ഹായ്, പുതിയൊരു വെള്ളാൻസ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വീണ്ടും DIYയുടെ കീഴിലോട്ട് പോവാണ്. ഈ സീസണ് ഇപ്പം ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം സമ്മർ സീസണാണ്. എന്നാൽ ഇപ്പോൾ ഇച്ചിരി മഴ ഇന്ന് രാവിലെ കാണിക്കുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് സമ്മർ സീസണിലുള്ള ഒരു മഴയാണിത്. അപ്പം ഇപ്പോഴാണ് ഞങ്ങളുടെ മെൽബണിൽ പച്ചക്കറികളൊക്കെ നടുകയും അത് കിളുത്ത് വരാനുള്ള സാധ്യതയും അതിൽ നിന്ന് കൃഷിയൊക്കെ എടുക്കുന്ന ഓരോ വീടുകളിലൊക്കെ ചെയ്യാൻ ഈ സമയമാണ് ഏറ്റവും ബെറ്റർ സമയം. ഇപ്പോഴാണ് സീഡിങ് നടക്കുന്നത്. സീഡ് ചെയ്യാൻ വളർന്നു വരുന്ന സമയങ്ങൾ ഇപ്പോഴാണ്. ബാക്കി എല്ലാ സമയങ്ങളും ഞങ്ങൾക്ക് തണുപ്പാണല്ലോ അധികം. അപ്പം എല്ലാ വീടുകളിലും ചെറിയ രീതിയിലൊക്കെ അത് ഹസ്ബൻഡായാലും വൈഫായാലും അവർ രണ്ടുപേരും ചേർന്നാന്നേലും ഇവർക്കൊക്കെ കൃഷിയോട് താല്പര്യമൊക്കെ കാണും. കുറച്ച് കൃഷിയൊക്കെ ഇവിടെ നമുക്ക് ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പം അതിന് വേണ്ട പാച്ചുകൾ ഉണ്ടാക്കും. വെജി പാച്ച് എന്ന് പറയും, വെജിറ്റബിൾ ഉണ്ടാകുന്ന പാച്ചുകൾക്ക്. അപ്പം അത് ചില ആൾക്കാർ വെജി പാച്ച് അങ്ങനെ തന്നെ മേടിക്കും, ബോക്സായിട്ട് മേടിക്കും. ചിലർ വെജി പാച്ച് ഉണ്ടാക്കിയെടുക്കും. ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. നമുക്കൊന്ന് ശ്രമിക്കുക. ചില ടൂൾസുകൾ നമുക്ക് വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ വലിച്ചു നീട്ടുന്നില്ല. എൻ്റെ ഒരു സുഹൃത്തിനെ ഒരു വെജി പാച്ച് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാനത് ഹെൽപ്പ് ചെയ്യാവുന്ന എന്നോട് ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുകയും ചെയ്തു. അപ്പം ആ കൂട്ടത്തിൽ ഞാൻ നിങ്ങളെ കൂടെ കാണിക്കാം എങ്ങനെ നമുക്കൊരു വെജി പാച്ച് നമുക്ക് ഉണ്ടാക്കാം. ഒരിത്തിരി സ്ട്രോങ് ആയിട്ടാണ് ഞാൻ ഈ വെജി പാച്ച് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്. എനിവേ, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ വെജി പാച്ച് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ തടിയെടുക്കുന്ന കടയിലോട്ട് പോവുകയാണ്. അതിൻ്റെ പേര് ബണ്ണിങ്സ് എന്നാണ്. ഇവിടെ ഞങ്ങൾ അറിയപ്പെടുന്ന ആ വലിയ ഷോപ്പിൻ്റെ പേര് ബണ്ണിങ്സ് എന്നാണ്. അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ പോവുകയാണ്. ഞാൻ പോവുകയാണ്. എൻ്റെ സുഹൃത്ത് ജിമ്മ് അവിടെ വരും. ജിമ്മിന് വേണ്ടിയാണ് ഈ വെജി പാച്ച് ചെയ്യുന്നത്. സോ നമ്മൾ അങ്ങോട്ട് പോകാം. നമുക്കത് കാണാം. ആ തടി എടുക്കുന്നത് മുതൽ അതിൻ്റെ പണികൾ മുഴുവൻ ഞാൻ നിങ്ങളെ ഈ വീഡിയോയിൽ കൂടെ കാണിക്കുന്നതായിരിക്കും. ഫോളോ മീ. പോവല്ലേ, ബാ. ഈ ബണ്ണിങ്സ് എന്ന് പറയുന്നത് ഒത്തിരി ഐറ്റംസ് നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ അതിൻ്റെ ഒരു വുഡ് സെക്ഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന. വുഡും അതിൻ്റെ ഹാർഡ്വെയറുകൾ കിട്ടുന്ന ഒരു ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മളിപ്പോൾ എടുക്കുന്നത് ട്രീറ്റഡ് വുഡാണിത്. ഇത് ട്രീറ്റഡ് ആണ് ഇതെല്ലാം. അപ്പം ഇതിനകത്ത് കെമിക്കൽ വെച്ച് ട്രീറ്റ് ചെയ്ത, ഒരിക്കലും അത് ദ്രവിച്ചു പോകാതിരിക്കാൻ വേണ്ടി അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്തേക്കുന്ന വുഡാണ് ഇത്. പക്ഷേ ആ ചുവന്ന കളർ നിങ്ങൾ കാണുന്നത് അൺട്രീറ്റഡ് ആണ്, ട്രീറ്റ് ചെയ്യാത്ത സാധനം. പക്ഷേ അതിനപ്പം വില കൂടുതലാണ് ആ വുഡിന്. നമുക്കതിന് ആവശ്യമില്ല. ഓർഗാനിക്കായിട്ട് ഒത്തിരി അങ്ങനെ ചിന്തിക്കുന്നവർക്ക് മാത്രമേ ഈ വുഡിട്ട് പാച്ച്. പക്ഷേ എല്ലാവരും വെജി പാച്ച് ചെയ്യുന്ന ഇതൊക്കെ ഈ തടിയിട്ടാണ് ചെയ്യുന്നത്. ഇതും റീറ്റൈനിങ് മോൾഡാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷേങ്കിൽ നമുക്ക് വെജി പാച്ചും നമുക്ക് ചെയ്യാം. ഇതിട്ട് ഇറ്റ്സ് ഓക്കെ. 2.4 തന്നെ ലെങ്ത് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാകുമ്പോൾ കൂടുതൽ തടി എടുക്കണമെന്നേ ഉള്ളൂ. ഇതാണ് എൻ്റെ റേറ്റ്. ഒരു സ്ലീപ്പറിൻ്റെ റേറ്റാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് 22 തടി വേണം മുഴുവൻ. അപ്പം ജിമ്മ് ഒരു ഗ്ലൗസ് മേടിക്കാൻ വേണ്ടി പോയി. ഇവിടെ ഈ കാണുന്നത് മുഴുവൻ തടികളുടെ സൈഡാണ്. ഇത് ഞാൻ ഇടയ്ക്കൂടെ നിങ്ങളിത് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ ഡെക്കിങ് ചെയ്യുന്ന എക്കോ ഡെക്കിങ് എന്ന് പറഞ്ഞ അതിനുള്ള ഒരു റീപ്ലേസ്മെൻറ്റ് വുഡല്ല ഇത്. ഒരു പ്രത്യേക പ്ലാസ്റ്റിക്കും വുഡും എല്ലാം കൂടെ മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു സാധനമാണ്. വേണ്ട നമുക്ക് മതി എണ്ണ കഴിഞ്ഞു. ഓക്കെ. അപ്പം ഇതാണ് അതിൻ്റെ ബാക്ക്. നമ്മൾ അടിക്കാൻ പോകുന്ന ആ കോർണറിലാട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഭൂമിയുടെ ഒരു ചരിവുണ്ട്. നിങ്ങൾ നമ്മുടെ ഫെൻസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫെൻസ് ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം അവിടെ ഒറ്റയടിക്ക് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്ത് നീളത്തിൽ ഒരെണ്ണം ചെയ്യാമെന്നാണ് വിചാരിച്ചേ. ആ കോൺക്രീറ്റ് മുതൽ ഇങ്ങേരത്തെ ഫെൻസ് വരെയും ഈ ഫെൻസ് വരെ, ഈ കോർണർ വരെയും, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അതിപ്പം പ്ലാൻ മാറ്റി. ഒരു സ്ലീപ്പറിൻ്റെ വീതി എന്ന് പറയുന്നത് 200 ആണ്. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത്
200 + 200 400 ആണ്. 2 എണ്ണത്തിൻ്റെ വീതിയിലാണ് നമ്മൾ പാച്ച് ഉണ്ടാക്കുന്നത്. നാല് ബോക്സിനുള്ള കാലുകൾ എല്ലാം നമ്മൾ മുറിച്ച് കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ ആ കാലിലോട്ട് തന്നെ വെച്ചാണ് ഈ ബോക്സ് സ്ക്രൂ ചെയ്യുന്നത്. ആണ് ഇതിനുപയോഗിക്കുന്ന സ്ക്രൂ എന്ന് പറയുന്നത് ഹെക്സഗൺ ടൈപ്പ് 100 mm സ്ക്രൂ ആണ്. 125 ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ 100 mm മതി. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 50 നമുക്ക് മറ്റ് തടിയിലോട്ട് കയറാനുള്ളതുണ്ട് ഇതിനകത്ത്. കാരണം നമ്മൾ 50 mm ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ തടി. അതുകൊണ്ട് സാധാരണ ഇങ്ങനത്തെ ഇത് ബോക്സ് മേടിക്കുന്നതാണ്, ഇതിനകത്ത് തന്നെ അവരൊരു ഫ്രീ ഇതിൻ്റെ ഒരു ബിറ്റൂടെ തരും, ടൂൾ ബിറ്റൂടെ തരും ഹെക്സഗണിൻ്റെ. ഇല്ലെങ്കിൽ ഫണ്ടിങ്സ് എന്ന് പറഞ്ഞാൽ അതുകൂടെ, അല്ലെങ്കിൽ ടൂൾ ഷോപ്പിൽ നിന്ന് അതുകൂടെ ഒന്ന് മേടിക്കേണ്ടി വരും. 1 or 2 മേടിക്കേണ്ടി വരും. ചിലപ്പോൾ ഇത് പൊട്ടിപ്പോവും അടിക്കുമ്പോൾ. അപ്പം നമ്മുടെ ടൂള് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. സോ ഇതിനകത്തൊരെണ്ണം ഉണ്ടാകും, അത് പക്ഷേ തപ്പിയെടുക്കണം. സാധാരണ ചെറിയ ബോക്സ് ആണെങ്കിൽ അതിൻ്റെ ഡോറെ തന്നെ അവർ അടപ്പിനടിയിൽ തന്നെ ഒട്ടിച്ച് തരും. പക്ഷേ ഇത് ഒട്ടിച്ചിട്ടില്ല, ഇതിനകത്ത് എവിടെയോ കിടപ്പുണ്ട്. സോ നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് നമ്മളത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചത് പിന്നീട് തപ്പിയെടുക്കാം. ലെഗുകളെല്ലാം നമ്മൾ കട്ട് ചെയ്തു. ഇനി സൈഡ് നമ്മൾ 600 വീതിയാണ് നമുക്ക് പറഞ്ഞത്. ഇതിന് 2.4 നീളം, അല്ലെങ്കിൽ 2400 mm നീളവും 600 വീതിയും. എന്തായാലും MM ഞാൻ പറയുന്നത് 600 വീതിയും 2400 mm നീളവും. ഹൈറ്റ് നമുക്ക് 400 mm ആണ് ഹൈറ്റ് വരുന്നത്. സോ ഇതാണ് ലെഗ്. അപ്പോൾ നമ്മൾ ലെഗിൻ്റെ നീളത്തിൽ ലെഗ് ഇട്ടിട്ട് നമ്മുടെ നീളമുള്ള തടി അതിന് കുറുകെ വെച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ സൈഡ് കട്ട് ചെയ്യണം. 600 mm കട്ട് ചെയ്യണം. 600 mm നമുക്ക് 3 ബോക്സ് ആയതുകൊണ്ട് 12 എണ്ണം നമ്മൾ 12 600 mm കൂടെ കട്ട് ചെയ്യണം. അവ സൈഡിൽ വെക്കാനുള്ളത് ഇവിടെ. സോ ഈ ഒരു ഭാഗം ഇതിൻ്റെ ഭൂമിയിലോട്ട് പോകുന്ന ഭാഗമാണ്, ഭൂമിയിലോട്ട് ഇറങ്ങുന്ന ഭാഗം മാത്രമേ. മുമ്പേ പറഞ്ഞതുപോലെ ഇതാണ് നമ്മുടെ ഹെക്സഗൺ സ്ക്രൂ, അല്ലെ ഹെക്സഗൺ ഉള്ള ഹെഡുള്ള ബ്യൂഗിൾ പാറ്റേൺ. സോ ഇതാണ് അതിൻ്റെ ബിറ്റ്. നിങ്ങൾക്ക് ബിറ്റ് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ടൈറ്റായിട്ട് നിൽക്കണം. ഈ ബിറ്റിന് തന്നെ സൈസുകളുണ്ട്, അതുകൂടെ നിങ്ങൾ നോക്കിക്കോണം. T17 ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് T17 ബിറ്റാണിത്. സോ അത് ശ്രദ്ധിച്ചോണം. കറക്റ്റുള്ള ഇതിൻ്റെ ചെറുതുകൊണ്ട് വലുതുമുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് വേണം മേടിക്കാൻ. അവിടെ തന്നെ ചോദിച്ചാൽ അതിൻ്റെ ബിറ്റ് കറക്റ്റായിട്ടുള്ളത് മേടിക്കണം. സുഹൃത്തിനെ പറ്റി നിർത്തിയിരിക്കുക. അതിൻ്റെ അതിനകത്ത് പിടിച്ചത് അത് നിങ്ങൾ പറഞ്ഞ വെയിറ്റ് ഉള്ളത് പഠിക്കും. അതോ ആദ്യം എടുത്തതിന് ഭയങ്കര, രണ്ടാമത്തിന് അത്രയും ഇല്ല. ഓസ്ട്രേലിയ പ്രശസ്തനായ സൗണ്ട് എഞ്ചിനീയർ ജിം. അടുക്കള ശാസ്ത്രം BA. എല്ലാം ട്രിനിറ്റി ആയിട്ടാണല്ലോ പോണേ. ട്രിനിറ്റിയാണ് ഒരു 3 നിൽക്കേണ്ടത്. എല്ലാം ട്രിനിറ്റി. ത്രിത്വമാണ്. അതെ, അടിയിലൊരു മരം ഇട്ടല്ലോ, മരം ഇട്ടിട്ട് വെച്ചാലോ. അടിയിലൊരു മരം ഇട്ട ഇതില്ല, ഫ്ലോറിന്റെ പുള്ളിയുടെ പോളിടെക്നിക്ക് പറ്റിയല്ല. ആശാരിമാർ ഈ ചിന്തയിലിടുമ്പോ ഈ മരം തള്ളിപ്പോണില്ലേ, അതാ എങ്ങനെയാ ഇവര് മനസ്സിലാക്കിയെന്നറിയോ? പട്ടിക്ക് ഈ പ്ലേറ്റ് കൊടുക്കുമ്പോ അത് നക്കി തിരുമ്പോ അതിന്റെ പട്ടി ചവിട്ടി പിടിച്ച് തിന്നാണ്ടിട്ടുണ്ടോ? അവിടുന്ന് ആശാരിമാർക്ക് ടെക്നോളജി കിട്ടിയെന്ന് പറഞ്ഞു. അടിപൊളി. ആ ചവിട്ടി പിടിച്ചിട്ട് ചെയ്താൽ മതിയായിരുന്നു കേട്ടോ. പച്ചക്കറിക്ക് പുറത്തു പോകണം. ബ്രാൻഡൻ മാർക്കറ്റിലൊന്ന് പറയണം. വീട്ടിൽ പോയി എടുത്തോണ്ട് വരാം. ചെറിയ ആവശ്യം കൂടെ പോലും നാട്ടിലൊന്ന് പോയിട്ടും വരാം. എന്റെ വീട്ടിൽ കൊണ്ടാ സീമ്പിന്റെ ഇപ്പം പണിതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മഞ്ചും പച്ചക്കറി
കൃഷി ചെയ്ത് ഇവിടെ കച്ചവടമായിരിക്കും. ചിലപ്പോൾ ഇത് മണ്ണിടണമെന്ന് അറിയാൻ പാടില്ല, താഴെ കുഴി കുത്തി കുഴിച്ചു വെക്കുന്നില്ല. ഏതാ അതേതോ വെള്ളത്തിൽ നിന്നാ സ്മെല്ല്. അതുകൊണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ അടുക്കുമ്പോ അടിയിലിരിക്കുന്ന സാധനം നോക്കി അതിന് വെയിറ്റ് കുറവാ. ഇതിപ്പോ നമ്മള് ഒന്ന് പെതുക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 കപ്പയ്ക്ക് പീസിനുള്ള നമുക്ക് ഈ സ്റ്റേപ്ലർ പിന്നെ പ്ലാസ്റ്റിക് ആണത്. അത് പ്ലാസ്റ്റിക്കാ. നമ്മുടെ ഇവിടെയുള്ള 2 സുഹൃത്തുക്കളും സൗണ്ട് ടെക്നീഷ്യൻസ് ആണ്. അവർക്കൊക്കെ ഇഷ്ടംപോലെ വർക്കുകളുണ്ട്. ഒരു സമയത്ത് ഞാനും അവരോട് ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ചൊക്കെ. പിന്നെ നമ്മൾ പല കാര്യങ്ങളുമായിട്ട് തിരക്കായപ്പം എന്നാലും അത്യാവശ്യം ഇടയ്ക്കൊന്ന് പോയി ചായയും കാപ്പിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി സഹായിക്കും. ചായയും കാപ്പിയും കിട്ടുവാണെങ്കിൽ അത്രേ ഉള്ളൂ. ജിമ്മ് കപ്പയും ബീഫും തരാന്ന് പറഞ്ഞ് പഠിപ്പിക്കുക. അതില്ലെന്നുണ്ടെങ്കിലേ ഇവിടെ മൂട്ടാകുമ്പോ ഏതായിരിക്കും ഇവിടെ. പണ്ട് ഈ പൊള്ളാച്ചി എന്നൊക്കെ പോത്തിനെ രാത്രി കണ്ട് ലോഡിൽ അടിച്ചോണ്ട് വരില്ലേ, പൂത്താട്ടോളം തന്ന ഏറ്റവും വലിയ മാർക്കറ്റ് ഈ കാള പോത്തിന്റെ ഒക്കെ. യുമാർക്കെല്ലാം ഇങ്ങനെ ഇങ്ങോട്ട് വലിച്ചോണ്ട് പോകണം. അതിനെല്ലാം കഴുത്ത കെട്ടിട്ടേക്കുള്ളൂ. കൊണ്ടുവന്നിട്ട് പെരുമ്പാവൂരിങ്ങനെ വഴി കൂടെ നടത്തിക്കൊണ്ട് പോകുന്നതാണ്. ഡാഡി പറഞ്ഞ ഇതിന് കുത്താളത്തിന് ട്രോഫി തരാന്ന് പറഞ്ഞ വിളിച്ചോണ്ട് വരുന്നത്. ഒറ്റ എണ്ണം തലക്കിട്ട് അവിടെ വരെ നടന്നാൽ ട്രോഫി തരാവുന്നത്. അതുപോലെ മറ്റേ ഇവിടെ തേരിന്ന് മറ്റേ കെക്കെ റോഡ് വഴി വരുന്നുണ്ട്. ഇപ്പൊ അതെല്ലാം വണ്ടിയിലായാലും അല്ല വിഷമം പറയുന്നത് ചില ആളുകൾ കിടന്നു പോയി കഴിഞ്ഞാൽ വാലെ പിടിച്ച് ഓട്ടിക്കും. അതാണ് സഹിക്കാൻ വയ്യാത്തത്. ഭീകരമാണ് വരുവാണ്. ഞാൻ ലോറിയിൽ ഇമാരെ പൊക്കി കാളേനെ പൊക്കിനെ വാലെ പിടിച്ച പൊക്കും. യാതൊരു മനുഷ്യത്വമുള്ള സാധനം വളർത്ത ആൾക്കാര്. അത് വേറെ കാര്യമുണ്ട് കേട്ടോ. ഇവന്മാര് കുറെയൊക്കെ ഞാൻ നടന്നു കഴിയുമ്പോഴേ മനസാക്ഷിയൊക്കെ മാറ്റി വെക്കും. കാര്യം ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്ന സാധനങ്ങളല്ലേ എല്ലാം. അതല്ലേ മൊത്തത്ത് പേരിട്ടാണ്. അതുകൊണ്ടോ അപ്പൊ അതിനെയും കൊണ്ട് നടക്കും. ഈ പേരൊക്കെ ആരാ പോലും ഇട്ടു. വീട്ടിൽ കണക്കാനല്ലേ ചെയ്തതല്ല അല്ലേ? ഇവിടെ ഒരുമാതിരിപ്പെട്ട എല്ലാവരും തന്നെ ഇതങ്ങ് ചെയ്യും. കാരണം ഇത് ചെയ്യാനുള്ള ആ വശം ഉണ്ടായി കിട്ടിയ മനസ്സിലാക്കി കിട്ടി കഴിഞ്ഞാൽ ഇത് നമുക്കൊക്കെ വീട്ടിൽ തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ നിങ്ങളെ ഇത് കാണിക്കുന്നത്. പുള്ളിക്ക് അത്രയും കൊണ്ട് പക്ഷെ ഈ ഒരു ഐഡിയ കിട്ടാത്തോണ്ടാ. ഇതിപ്പോ കണ്ടു കഴിയുമ്പോണ്ടല്ലോ നമ്മളിപ്പോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നോണ്ടേ ഇത് കാണുന്നവർക്ക് ചെയ്യാൻ പറ്റും. വെജ് ബാച്ചിന് നമുക്ക് അത്രയും ലെഗിന് ആവശ്യമില്ല. നമുക്കിത് ഹൈറ്റ് ചെയ്ത് നിർത്തണമെങ്കിൽ മാത്രം മതി ഇത്രയും ഹൈറ്റ്. മറ്റേതല്ല നമ്മൾ മെറ്റലിന്റെ ഒരു കണ്ടോ എൽ ഷേപ്പ് ഒരു ഹോൾ ഉള്ളതാണ്. അപ്പൊ അത് നമ്മൾ ഇതിന്റെ 4 അകത്തോട് അടിച്ചിട്ട് അത് ഞങ്ങൾക്ക് അത് ആടാതിരുന്ന് വെച്ചാൽ മതി. അപ്പൊ ഇവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്നോളൂ. പറഞ്ഞ പ്രകാരം കപ്പയ്ക്കുള്ള പരിപാടി നിങ്ങൾ ഞാനൊരു യൂട്യൂബർ ആക്കും. ആഹാ നല്ല പച്ചമുളകൊക്കെ അങ്ങോട്ട് അരിഞ്ഞ് എന്നാ തൈര് ഒഴിക്കുമോ അതോ എന്താ പിന്നെ എന്താ വിനീഗർ ഇട്ട് ഓക്കെ. കപ്പയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. 1 തരം അലുമിനിയം ചരുവം. ആഹാ ഓ കപ്പ എല്ലും കപ്പയാ. അടിപൊളി. ജിമ്മ് നല്ലൊരു കുക്കൂടാണ്. നല്ലതായിട്ട് കുക്ക് ചെയ്യും. സൂപ്പറായിട്ട് കുക്ക് ചെയ്യും. അപ്പം അതുണ്ടെന്ന് ഇവിടെ എല്ലും കപ്പയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഞാനും കിഷോറും ഇങ്ങനെ പോരാറുണ്ട്. ഏതായാലും നമ്മൾ അതുകൂടെ കഴിക്കും ഇന്ന്. ജിമ്മിനുള്ള എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ എല്ലും കപ്പയും അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ജിമ്മേ ഇതിൻ്റെ ഒരു റെസിപ്പി പറയാൻ താല്പര്യമുണ്ടോ? അപ്പം നമുക്കൊരു ദിവസം നമുക്ക് ജിമ്മിനെ കൊണ്ട് തന്നെ ഇത് ചെയ്യിപ്പിക്കാം. ജിമ്മ് ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. ജിമ്മ് ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. ഇതൊക്കെ പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കിയല്ലേ ഇത്. അപ്പം ഞങ്ങൾ കപ്പ ഇറച്ചിയൊക്കെ സൂപ്പർ എല്ലും കപ്പയും അപ്പോൾ അത് കഴിച്ചു. ഇപ്പോഴത്തേക്ക് ഇനി വീണ്ടും ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കുഴിച്ചു തുടങ്ങി. ഉച്ചക്കത്തെ കപ്പയെല്ലാം കൂടി ഇപ്പോൾ ഇളകി വരുമോ ജിമ്മേ?
കപ്പയെല്ലാം കൂടെ ഇളകുമോ? ജോലി കഴിഞ്ഞിട്ട് മതിയായിരുന്നു കപ്പ. സാധാരണ ഒരു കഴിപ്പ് കഴിഞ്ഞാൽ ഒരു ഉറക്കമുള്ളതാണ്. ലെവലൊക്കെ ആണെന്നേ. അതെ, ഇന്ന് ലെവലിന് വ്യത്യാസമൊന്നും വരത്തില്ല. ഒന്നും കുഴപ്പമില്ല, ഒക്കെ ധാരാളം. ഓക്കെ, അപ്പം നമ്മൾ കുറുകയുള്ളത് വെക്കുകയാണ്. ആ, അത് പറഞ്ഞല്ലേ. ഞാൻ ഇത് വിട്. അത് വിട്ടോ, അത് ഇട്ടോ. ആ, അത് വിട്ടു. ആ, ഓക്കെ. കയറിയാ ഓക്കെ. ആ, രണ്ട് ബോക്സ് നമ്മൾ കുഴിച്ച് ആ കാലിനകത്ത് ഇറക്കി ലെവലാക്കി വെച്ചു. മൂന്നാമത്തോടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് അതിൻ്റെ പ്ലാസ്റ്റിക് അടിക്കുക. നമ്മളതിനകത്ത് വീഡ് മാറ്റ് ഇടുന്നോ അതോ കാർഡ്ബോർഡ് ഇടുന്നോ? താഴെ മാറ്റിടാം. അപ്പോൾ വീഡ് മാറ്റൂടെ താഴെ ഏറ്റവും ലോ ലെവലിൽ ഫ്ലോർ ലെവലിൽ വീഡ് മാറ്റൂടെ ഇട്ട്, അല്ലെങ്കിൽ ഈ പുല്ല് കെളുത്ത് കയറും മേളിലോട്ടെ. അപ്പം നമ്മളിപ്പോൾ ഇതൊക്കെ ഇതിനകത്തോട്ട് ഇനിയും പ്ലാസ്റ്റിക് അടിക്കാൻ പോവുക. ഈ മെഷീൻ ഇല്ലാതെ ഇതെങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ചോദ്യത്തിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതുപോലെ പ്ലാസ്റ്റിക് ഷീറ്റ് ഇടുക, മേളിലോട്ട് വരുന്ന രീതിയിൽ വെട്ടിയ ശേഷം മണ്ണിടാൻ തുടങ്ങുക. അല്ലാതെ ഇതുപോലെ അടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റ് അവിടെ ഇട്ടിട്ട് മേളിൽ എന്തെങ്കിലും ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് മണ്ണ് നിറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് എങ്ങും പോകത്തില്ല. നമ്മളിപ്പം അങ്ങ് ഈ മെഷീൻ സ്റ്റാപ്ലർ ഉള്ളതുകൊണ്ട് നമ്മൾ സ്റ്റാപ്പിൾ ചെയ്ത് പോകുന്നത് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഫിനിഷ് പ്രോഡക്റ്റ് വന്നിരിക്കുന്നത്. സോ ഇതിനകത്ത് ഇനിയും നമുക്ക് ബാലൻസ് ഉള്ളത് ഏറ്റവും താഴെ വീഡ് മാറ്റ് ഇടുക എന്നുള്ളതാണ്. അത് നമ്മുടെ നാട്ടിലെ പഞ്ചാരച്ചാക്ക് പോലെ ചാക്കിനാണ് ഇവിടെ അത് കുറച്ച് അടുത്തതായിരിക്കും, അടുത്തതായിരിക്കും. അതാണ് അതിൻ്റെ ഒരു 2 ലെയർ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം താഴോട്ട് താഴുകയും ചെയ്യും. നമുക്ക് താഴെ നിന്നോട്ട് വീട് കെളുത്ത് പൊങ്ങത്തുമില്ല. വീടെന്നല്ല, പോച്ച കെളുത്ത് പൊങ്ങത്തില്ല. വീട് മാത്രമല്ല, പോച്ച കെളുത്ത് പൊങ്ങത്തില്ല. സോ ഇതാണ് നമ്മുടെ ഫിനിഷ്ഡ് വെജി പാച്ച്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വെജി പാച്ച് ഇവിടെ റെഡിയാണ്. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒന്നും മനസ്സ് വെച്ചാൽ മതി. ഒരു ഇത്തിരി വെയിറ്റ് ഉള്ള തടിയാണ്. അതുകൊണ്ട് ആരുടെയെങ്കിലുമൊക്കെ സഹായം, കൂട്ടുകാരുടെ സഹായം തേടുന്ന നല്ലതല്ല. ഇത് തന്നെ ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റും. വെജി പാച്ചിന് വേണ്ടിയുള്ള മണ്ണുകൾ തന്നെ നിങ്ങൾ മേടിച്ചിടാൻ ശ്രമിക്കണം. അല്ലാതെ വെറുതെ ചുമ്മാ ഭൂമിയിലെ മണ്ണ് വെട്ടിയിട്ടരുത്. ചള്ളമണ്ണാണ് ഇവിടുത്തേത്. അതുകൊണ്ട് ആ ചള്ള എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഭാഷയിൽ ഏതാ പറയുന്നത് എനിക്കറിയത്തില്ല. മണ്ണ് ഒത്തിരി കുഴഞ്ഞ മണ്ണാണ് ഇവിടുത്തേത്. ഈ ഉണങ്ങിക്കഴിയുമ്പോൾ പാറ പോലെ ആവും. പക്ഷെ അങ്ങനത്തെ മണ്ണല്ല നമുക്ക് വേണ്ട. വേരോടുന്ന മണ്ണുകൾ വേണം ഇതിനകത്തിടാൻ. അതുകൊണ്ട് മണ്ണുകൾ കിട്ടുന്ന സ്ഥലമുണ്ട് ഇവിടെ. അതിൻ്റെ ഒന്നും പേര് എനിക്ക് ഇപ്പം ഇവിടെ ഞാൻ പറയുന്നൊരു കാര്യമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ അവിടെ ഉള്ള ഗാർഡൻ സാധനങ്ങൾ വിൽക്കുന്നിടത്ത് പോയി മണ്ണ് മേടിക്കുക. എനിക്ക് തോന്നുന്നത് 2.4 1 ക്യൂബിക് മീറ്റർ മണ്ണ് വേണ്ടി വരും മിനിമം. അതിൻ്റെ മണ്ടയ്ക്ക് ടോപ്പ് സോയിലൊന്നും വേണ്ട നമുക്കിതിന് ഗാർഡൻ മണ്ണ് തന്നെ മാത്രം ഫില്ല് ചെയ്യുക. പിന്നെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ ബാക്ക് യാർഡൊക്കെ ഇങ്ങനെ പുല്ലുള്ളതായിരിക്കും അല്ലേ. പലരുടെ ഇവിടെയുള്ള ബാക്ക് യാർഡുകളൊക്കെ പുല്ലുള്ളതായിരിക്കും. ഫ്രണ്ടിലും കാണും, ബാക്കിലും കാണും. അപ്പോൾ അത് വെട്ടുന്ന സമയത്ത് ആ പുല്ല് ബിന്നിനകത്തിട്ട് കളയാതെ അത് നമ്മുടെ ഏറ്റവും ഇതിനകത്തോട്ട് തന്നെ നമ്മൾ ഏറ്റവും ടോപ്പിൽ കൊണ്ടിടുക. അപ്പോൾ അതിന് തണുപ്പും കിട്ടും, ഇതിനകത്ത് തണുപ്പും കിട്ടും, ആ ചെടികൾക്ക് ഒരു വളവുമാവും.
അപ്പം നിങ്ങൾ ഇനിയും ഇങ്ങനെയുള്ള വീഡിയോകൾക്ക് നിങ്ങൾക്ക് ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എനിക്കറിയാം, എനിക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ അതുപോലെ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം, കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഇത് ഈ വെജ് പാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇങ്ങനൊരു വീഡിയോ ഉണ്ടെന്ന് പറയണം. അങ്ങനെ ഷെയർ കൊടുക്കുമ്പോൾ അവർക്കത് ഒരു പ്രചോദനമാകും. അത് ചെയ്യാൻ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ മെസ്സേജിൽ കൂടെ കോൺടാക്ട് ചെയ്താൽ എനിക്കറിയാവുന്ന അറിവുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ആരും ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടേ പോകാവൂ. അതാണ് ഞങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ നിങ്ങളില്ലെങ്കിൽ ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാനൊക്കത്തില്ല. സോ ഇനിയും അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ കടന്നു വരാം. ഇനിയും കാണും വരെ ഒരു നല്ല വണക്കം.